ഒരു കാലത്ത് മുസ്ലിം ലീഗിന്റെ അഭിമാന ചിഹ്നമായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെ നിര്യാണത്തോടെ ഒരു യുഗം തന്നെയാണ് അവസാനിച്ചത്. ഈ മനുഷ്യന്റെ അവസാന യാത്രയും ഒരു ദുരന്തമായിരുന്നു എന്നത് വിധിയുടെ കൈക്കുറ്റപ്പാടാവാം. ബാംഗ്ലൂരിലെ ബിന്നി ക്രിസന്റ് റോഡിലെ വസതിയിൽ വെച്ച് ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. ഖബറടക്കം പിന്നീട് നന്ദൻ ദുർഗ റോഡിലെ ഖുദ്ദൂസ് സാഹിബ് മസ്ജിദിൽ നടന്നു. 6 പതിറ്റാണ്ടുകാലം ദേശീയ രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിച്ച സേട്ടു സാഹിബിന്റെ വിയോഗം അപ്രതീക്ഷിതമായിരുന്നു. 29 കോഴിക്കോട് നടക്കേണ്ടിയിരുന്ന INL സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് മരണമെത്തിയത്. കോഴിക്കോട് സമ്മേളനത്തിൽ നടത്തേണ്ടിയിരുന്ന പ്രസംഗത്തിന്റെ അവസാന വാചകം മുഴുമിപ്പിച്ച് അടുത്ത സുഹൃത്തുകൂടിയായ ഡോക്ടർ ജമാലിനെ കൊണ്ട് മിനുക്കുപണികൾ തീർത്ത് ചരിത്ര സമ്മേളനത്തിൽ സാക്ഷ്യം വയ്ക്കാൻ ഒരുങ്ങുകയായിരുന്നു ഇബ്രാഹിം സുലൈമാൻ സേട്ട്. അനാരോഗ്യം മൂലം യാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശം അവഗണിച്ച് കോഴിക്കോട്ട് എത്തുമെന്ന വാശിയിലായിരുന്നു അദ്ദേഹത്തിന്. 1 ലക്ഷം പേരുടെ ശക്തി പ്രകടനവും കേരള രാഷ്ട്രീയത്തിന്റെ ദിശ തിരിച്ചുവിടുന്ന നിലപാടുകളും കോഴിക്കോട്ടുണ്ടാകുമെന്ന് സേട്ട് ഇവരെ അറിയിച്ചിരുന്നു. വിധി സഹായിച്ചില്ല. മരണത്തിന് കീഴടങ്ങി കാലയവനയ്ക്കുള്ളിൽ മറഞ്ഞ സേട്ടിനോടുള്ള ആദരസൂചകമായി സമ്മേളനം മാറ്റിവെക്കപ്പെട്ടു. മുസ്ലിം നേതാവിന്റെ ദേഹവിയോഗമറിഞ്ഞ് സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ ബാംഗ്ലൂരിലെത്തി. കർണാടകത്തിൽ ജനിച്ച് കേരളത്തിലൂടെ ദേശീയ നേതാവായ ഇബ്രാഹിം സുലൈമാൻ സേട്ട് 37 വർഷം പാർലമെന്റ് അംഗമായിരുന്നു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കണമെന്ന നിലപാട് കൈക്കൊണ്ട സേട്ട് പിന്നീട് INL സ്ഥാപിക്കുകയായിരുന്നു. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ സേട്ടിന്റെ വേർപിരിയൽ അണികൾക്കിപ്പോഴും സഹിക്കാനാവുന്നതല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ബാംഗ്ലൂരിലെ സംഭവവികാസങ്ങൾ. ചില അശുഭകരമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കും ബാംഗ്ലൂർ സാക്ഷ്യം വഹിച്ചു. ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെ വിയോഗത്തിൽ അനുശോചിക്കാൻ തിരുവനന്തപുരത്തു നിന്നും ബാംഗ്ലൂരിലെത്തിയ ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിലായിരുന്നു INL പ്രവർത്തകരെ ചൊടിപ്പിച്ച കരുനീക്കങ്ങൾ നടന്നത്. മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ നടത്തിയ നീക്കത്തെ ചെറുക്കാൻ INL നേതൃത്വം ഒന്നടങ്കം തയ്യാറായി നിന്നു. ബാംഗ്ലൂരിലെ ഖബറടക്ക സ്ഥലത്ത് തന്റെ മയ്യത്ത് സംസ്കരിക്കണമെന്ന INL അധ്യക്ഷന്റെ ഓസിത്ത് മറികടന്ന് മൃതദേഹം എറണാകുളത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു ശ്രമം നടന്നത്. പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനത്തിൽ മൃതദേഹം കൊണ്ടുപോകാൻ മുൻകൈയെടുത്തത് ലീഗ് നേതാക്കളായിരുന്നു. ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം എറണാകുളത്ത് സംസ്കരിക്കാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്യണമെന്ന് ലീഗ് നേതാക്കൾ മകൻ സിറാജ് ഇബ്രാഹിം സേട്ടിനെ അറിയിച്ചതാണ്. ലീഗിന്റെ മയ്യത്ത് രാഷ്ട്രീയമാണ് ഈ നീക്കമെന്ന് ആരോപിച്ച് INL നേതൃത്വം ഒന്നടങ്കം ഈ നിലപാടിനെ എതിർത്തു. മുമ്പ് INL നേതാവായ UA ബീരാന്റെ കബറടക്കം ലീഗ് നേതൃത്വം ഹൈജാക്ക് ചെയ്തത് ബാംഗ്ലൂരിലും ആവർത്തിക്കുമെന്ന ആശങ്കയായിരുന്നു INL പ്രവർത്തകർക്ക്. ബാംഗ്ലൂരിൽ തമ്പടിച്ച് ലീഗ് നേതാക്കളുടെ പട കണക്കിലെടുത്ത് വേണ്ട മുൻകരുതലുകൾ പാർട്ടി പ്രവർത്തകരും ചെയ്തു. അങ്ങനെ നിർദ്ദേശം തള്ളപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും സേട്ടിന്റെ വസതിയിൽ INL പ്രവർത്തകർ തടഞ്ഞു. ഒടുവിൽ രാഷ്ട്രീയ ബഹളങ്ങൾക്ക് വിരാമമിട്ട് മൃതദേഹം ബാംഗ്ലൂരിൽ ഖബറടക്കാൻ തീരുമാനിച്ചു. ഇതിനിടെ ഔദ്യോഗിക ബഹുമതികൾ നൽകി സംസ്കാര ചടങ്ങ് നടത്താൻ കർണാടക ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. ഈദ്ഗാഹ് മൈതാനിയിൽ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി സേട്ടിനെ ആദരിച്ചു.
ആയിരക്കണക്കിന് ആളുകൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ദേവഗൌഡ, MDMK നേതാവ് വൈക്കോ, ശശികല, കേന്ദ്രമന്ത്രി ഇ അഹമ്മദ്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവർ സേട്ടിനെ അവസാനമായി കാണാനെത്തി. അധികാര രാഷ്ട്രീയത്തിൽ നിന്നകന്ന് താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനു വേണ്ടി അവസാന നിമിഷം വരെ ജീവിച്ച ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെ വിയോഗത്തിൽ ജീവൻ ടിവിയും അനുശോചിക്കുന്നു.